Okay, analysis in the fourth video. Third video will നമ്മൾ definitions ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. Countable set, uncountable set ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി റിസൾട്ടുകളാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു സിമ്പിൾ റിസൾട്ടാണ്. കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിനെ പറ്റിയുള്ള റിസൾട്ട്. കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിനെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. കൗണ്ടബിൾ സെറ്റ് ആണ് എന്താ, ഒന്നുകിൽ ഫൈനൈറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിനോട് ബൈജക്ഷനുള്ള സെറ്റാണ് നമ്മൾ കൗണ്ടബിൾ സെറ്റ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫൈനൈറ്റ് അല്ലാത്ത, അതായത് നാച്ചുറൽ നമ്പറിനോട് ബൈജക്ഷനുള്ള സെറ്റാണ് നമ്മൾ കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റ് നിങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്കൊരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് റിപ്പീറ്റേഷൻ, ഒരു ടേം റിപ്പീറ്റ് ചെയ്യാത്ത സീക്വൻസ് ആയിട്ട് നിങ്ങൾക്ക് ആ കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റിന് എഴുതാൻ പറ്റുന്നുള്ളതാണ് റിസൾട്ട്. അതിൻ്റെ ഐഡിയ പലർക്കും വായിക്കാനുള്ള നിങ്ങൾ വായിച്ചോ. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഐഡിയ ഓൾറെഡി നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകും പലർക്കും. പക്ഷേ ഇതാൽ ജസ്റ്റ് ചെയ്യാനൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ തന്നത്, ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റാണ് തന്നത്. ഇനി നമ്മളുടെ ഡ്യൂട്ടി എന്താ, അതിനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റണം. അത് കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, നാച്ചുറൽ നമ്പറിൻ്റെ അകത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടാവും എന്നറിയാം. ആ ബൈജക്ഷനെ ഞാൻ എഫ് എന്ന് വിളിക്കട്ടെ. എഫ് എന്താണ്, ഒരു ബൈജക്ഷനാണ്. ഓക്കെ, ഇനി ഈ സീക്വൻസിൻ്റെ ഫോമൽ ഡെഫിനിഷൻ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതറിയാത്തവർ അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല, സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എനിവേ നമുക്ക് എന്താ പറയുക, നാച്ചുറൽ നമ്പറിൻ്റെ അകത്ത് നമുക്ക് തന്ന എയിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ട്. ഇനി അത് ഉപയോഗിച്ചിട്ട് ആ എനെ ഒരു സീക്വൻസ് ആക്കി എഴുതാൻ പോവുക. അപ്പോൾ 1ന് ഒരു ഇമേജ് ഇവിടെ ഉണ്ടാവുമല്ലോ, ആ ഇമേജ് എടുത്തിട്ട് ആദ്യം എഴുതുക. ആ ഇമേജിനെ തൽക്കാലത്തേക്ക് ഞാൻ എന്താ വിളിക്കട്ടെ, A1 എന്ന് വിളിക്കട്ടെ, 1ൻ്റെ ഇമേജ് ആയതുകൊണ്ട്. എഫ് ഓഫ് 1നെ ഞാൻ A1 എന്ന് വിളിക്കും. അതിനെടുത്തിട്ട് എന്ത് ചെയ്താൽ ആദ്യം എഴുതുക. പിന്നെ 2ൻ്റെ ഇമേജ് ഉണ്ടാവില്ലേ, അതിനെ ഞാൻ തൽക്കാലത്തേക്ക് A2 എന്ന് വിളിക്കട്ടെ, അതിനെ പിന്നെ എടുത്ത് എഴുതുക. പിന്നെ 3ൻ്റെ ഇമേജ് എടുത്ത് എഴുതുക, അതിനെ ഞാൻ A3 എന്ന് വിളിക്കാം. എക്സെട്രാ Nൻ്റെ ഇമേജ് എടുത്ത് എഴുതുക, അതിനെ ഞാൻ A1 എന്ന് വിളിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ നാച്ചുറൽ നമ്പറിൻ്റെ ഇമേജിനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സീക്വൻസ് ഉണ്ടായിക്കൂടെ. ഈ സീക്വൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കില്ലേ, കാരണം എന്താ, ഇത് ബൈജക്ഷനാണ്, അതുകൊണ്ട് തന്നെ അത് 1 ആണ് അല്ലേ. അപ്പോൾ ആരുടെ 1ൻ്റെ ഇമേജ് വേറെ ഏതെങ്കിലും നമ്പറിൻ്റെ ഇമേജ് ആവുമോ? 1ൻ്റെ ഇമേജും A1ഉം A3ഉം തുല്യമാവുമോ? കാരണം എന്താ, A1 1ൻ്റെ ഇമേജാണ്. ഇപ്പോൾ 3യോ 3ൻ്റെ ഇമേജ്, A3യോ അത് 3ൻ്റെ ഇമേജാണ്. 1ൻ്റെ ഇമേജും 3ൻ്റെ ഇമേജും സെയിം ആവില്ല. കാരണം എന്താ, ഇത് many to 1 അല്ല, 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആരും റിപ്പീറ്റ് ചെയ്യില്ല. മനസ്സിലാവാത്തൊരു പോസ് ചെയ്തിട്ട് ആലോചിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ എനെ ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആയിട്ട് എഴുതി. തിരിച്ച് ഇതിൻ്റെ കോൺവേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു സീക്വൻസ് തന്നു ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ്, x1 x2 x3 തന്നെ പറഞ്ഞാൽ മതി, എന്നാലും എക്സെട്രാ തന്നു. ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഇങ്ങനെ തന്നു. അതിലെ ടേംസിൻ്റെ സെറ്റ് കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആയിരിക്കും. ഈസി അല്ലേ, എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ താഴെ 1 ഇട്ട് കൊടുക്കുക, ഇതിൻ്റെ താഴെ 2 ഇട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക, എക്സെട്രാ n അങ്ങനെ പോവുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, 1ൻ്റെ ഇമേജ് ആയിട്ട് ഇതിനെ കൊടുക്കുക, 3ൻ്റെ ഇമേജ് ആയിട്ട് കൊടുക്കുക, എക്സെട്രാ n ഇമേജ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഈ നാച്ചുറൽ നമ്പറിൻ്റെ അകത്ത് നിന്ന് ആ സീക്വൻസിലേക്ക് എന്ത് കിട്ടി, സീക്വൻസിൻ്റെ ടേംസിലേക്ക് നിങ്ങൾക്കൊരു ബൈജക്ഷൻ കിട്ടിയില്ലേ. ഇത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയതുകൊണ്ട് ഇത് ബൈജക്ഷൻ ആയി പ്രൂവ് ചെയ്യാൻ പറ്റും. many to 1 ഒന്നും ആവില്ല. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പോസ് ചെയ്ത് ആലോചിക്കും, ഇത് സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ ഇതൊരു ബൈജക്ഷൻ ആയിരിക്കും. many to 1 ഒന്നും ആവില്ല, ഇതൊരു ബൈജക്ഷൻ ആയിരിക്കും. നിങ്ങൾക്കത് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രൂവ് ചെയ്യാനൊന്നുമില്ല, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഈഫ് ആൻഡ് ഓൺലി ഇഫ് ആക്കട്ടെ. അതായത് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ നമ്പറിൻ്റെ ബൈജക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സും എന്താണ്, കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ എനിക്കിത് ഈഫ് ആൻഡ് ഓൺലി ഇഫ് ആയിക്കൂടെ. അതൊരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സീക്വൻസിനെ കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റ് തന്നാൽ ഞാൻ സീക്വൻസ് ആക്കി എഴുതാൻ പറ്റുന്നു കിട്ടി. ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആക്കി എഴുതാൻ പറ്റുന്നു പറഞ്ഞു. ഇനി സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ കൗണ്ടബിളാണ്, ആർഗ്യൂ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ റിസൾട്ടായി. ഈ റിസൾട്ട് നിങ്ങൾക്ക് വളരെ ഒബ്വിയസ് ആയി തോന്നുന്ന റിസൾട്ടാണ്. അതായത് നിങ്ങളൊരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റ് എടുക്കുക, ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അൺകൗണ്ടബിൾ ആവില്ലല്ലോ, ഉറപ്പല്ലേ. അത് കൗണ്ടബിളി ഇൻഫിനിറ്റ് ആവുന്നതല്ലേ നിങ്ങളെ ഇൻഡ്യൂഷൻ പറയുന്നത്, അത് തന്നെ റിസൾട്ട്. യെസ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ റിസൾട്ടുകളൊക്കെ മനസ്സിലാക്കി പോകട്ടോ, ഒന്നും ബൈഹാർട്ട് ചെയ്യരുത്. ഒക്കെ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എന്നിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൂഫ് ഒന്നും പറയാനില്ല. തൊട്ടുമ്പത്തെ റിസൾട്ട് നല്ലപോലെ മനസ്സിലാക്കിയെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടോ. യെസ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു
അത് കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആയ ഒരു സെറ്റ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? തൊട്ടുമുമ്പത്തെ റിസൾട്ട് പ്രകാരം ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആക്കി എഴുതാൻ പറ്റും. എഴുതാലോ. ഇനി അതിൻ്റെ ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റ് എടുത്തിട്ട് അത് കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണെന്ന് കാണിക്കല്ലേ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റ് ഇ എടുക്കട്ടെ. ഈ ഇൻഫിനിറ്റ് ആട്ടോ. യെസ്. അപ്പോൾ അത് കൗണ്ടബിൾ ആണെന്ന് കാണിക്കണമെങ്കിൽ അതിനെ എന്ത് ചെയ്താൽ മതി? ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആക്കി എഴുതാൻ പറ്റിയാൽ പോരെ. യെസ്. സുഖമായിട്ട് എഴുതാമല്ലോ. ഈനെ എങ്ങനെ എടുത്ത് എഴുതാം? ഇവിടെ നോക്കുക. ഈ ഈയിലുള്ള എല്ലാവരും ഇവിടെ ഈ ലിസ്റ്റിങ്ങിൽ ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? കാരണം അതിനെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്താണ് സീക്വൻസ് ആയിട്ട്. ഈ അതിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഈയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈയിലുള്ള ഇതിൻ്റെ അകത്തുള്ള ആദ്യത്തെ എലമെൻറ്റിനെ കാണാൻ പറ്റും ഈയിൽ വരുന്നത്. അയാളിപ്പോൾ x3 ആണെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ആദ്യത്തെ എലമെൻറ്റ് എവിടെ ഈയിൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ x3 ആദ്യം എടുത്ത് എഴുതുക. പിന്നെ കുറേ അങ്ങോട്ട് കഴിഞ്ഞാൽ വേറെ ടേം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ x10 ആണെന്ന് വിചാരിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഈയിൽ വരുന്ന ടേമുകൾ ഈ സീക്വൻസിൽ അങ്ങനെ ഈ സീക്വൻസ് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഈയിൽ വരുന്നവരൊക്കെ എന്ത് ചെയ്യുക? കളക്ട് ചെയ്തിട്ട് ഇവിടെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈനെ മൊത്തത്തിൽ ഇങ്ങനെ സീക്വൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു സബ് സീക്വൻസ് ആയിട്ട് വരില്ല. അപ്പോൾ ഇതിൻ്റെ അതായത് ഈ സീക്വൻസിൻ്റെ ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റ് എടുത്താൽ അത് വീണ്ടും ഇതിൻ്റെ ഒരു സബ് സീക്വൻസ് ആയിരിക്കും. അത്ര തന്നെ ഉള്ളൂ. യെസ്. അത് സീക്വൻസ് ആ സബ് സീക്വൻസിനെ പ്രത്യേകം അത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സും ആയിരിക്കില്ല. കാരണം ഇത് മൊത്തത്തിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സാണ്. അപ്പോൾ ഇനി സബ് സീക്വൻസിലെ ടേംസും ഇതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈനെന്ത് ചെയ്യാൻ പറ്റി? ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആക്കി എഴുതാൻ പറ്റി. അപ്പോൾ ഈ എന്താണ്? കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണ് തൊട്ടുമ്പത്തെ റിസൾട്ട് പ്രകാരം. യെസ്. ഞാൻ കൺഫ്യൂഷൻ ആക്കിയതൊന്നും എനിക്കറിയില്ല. ഓക്കെ. യെസ്. പ്രൂഫുകളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഞാൻ പറയുന്നതിന് മുമ്പേ പോസ് ചെയ്ത് സ്വന്തം പ്രൂവ് ചെയ്യാൻ നോക്കുക. യെസ്. ഈ റിസൾട്ട് നിങ്ങൾ പിന്നീട് പഠിക്കാൻ വേണ്ടി ഒരു നോട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഇത് വേണമെന്നില്ല. കാരണം ഇതിനെക്കാട്ടും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു വേർഷൻ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അതിന് ശേഷം ഞാൻ പറയാം. ഇത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നല്ലോണം. അതായത് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കുറേ സെറ്റുകൾ തരിക. E1 E2 E3 എന്നും പറഞ്ഞിട്ട് ഒരു സീക്വൻസ് ഓഫ് സെറ്റുകൾ. ഇതിൽപ്പെട്ട ഓരോ സെറ്റും എന്താണ്? കൗണ്ടബിൾ ഇൻഫിനിറ്റ് കൂടി. ഒരു എക്സാമ്പിൾ, വലിയ അർത്ഥമൊന്നുമില്ലാത്തൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ E1 ഉദ്ദേശിക്കുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ, E2 ഉദ്ദേശിക്കുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ, എക്സെട്ര EN ഉദ്ദേശിക്കുന്നത് n+1ൻ്റെ മൾട്ടിപ്പിൾ. അങ്ങനെ പറയുമ്പോൾ അതെന്താണ്? ഓരോ EIകളും എന്താണ്? ഒരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റ് അല്ലേ? അങ്ങനത്തെ ഒരു സീക്വൻസ് ഓഫ് കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റുകൾ നിങ്ങൾ തരികയെന്ന് വിചാരിക്കാം. ഒരു സീക്വൻസ് ഓഫ് കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റുകൾ. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് വരുന്നത് അതിനൊക്കെ കൂടി യൂണിയൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും ഒരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കുന്നു. അതാണ് റിസൾട്ട്. യെസ്. അതിൻ്റെ പ്രൂഫ് വളരെ രസകരമാണ്. യെസ്. ഞാൻ പറയാം. ഇപ്പോൾ ഓരോ സെറ്റും എന്താണ്? ഓരോ സെറ്റും കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണല്ലോ. ഫോർ എക്സാമ്പിൾ E1 കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിനൊക്കെ ഒരു സീക്വൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് അല്ലേ? അപ്പോൾ E1 ഞാൻ അങ്ങനെ എഴുതട്ടെ. x1 x2 x3 x4 അങ്ങനെ എഴുതി അങ്ങ് പോകാലോ അല്ലേ? ഇനി E2നെയും അതേപോലെ. E2 വീണ്ടും ഒരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റാണ്. അതിനെ എനിക്ക് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ E1ൻ്റെ ഒക്കെ തൊട്ടും ഞാൻ ഒരു 1 ഇടട്ടെ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി? E2നെ x21 x22 x23 എന്ന് വിളിച്ച് പോയാൽ പോരെ. അങ്ങനെ E3 കൂടി ഞാൻ എഴുതാം. E3 അപ്പോൾ x31 x32 x33 x34 എക്സെട്ര. അങ്ങനെ എൻ്റെ ഈ സെറ്റുകളുടെ സീക്വൻസ് മൊത്തം എനിക്ക് ഇങ്ങനെ എഴുതി പോകാലോ അല്ലേ? എനിക്ക് വേണ്ടത് എന്താണ്? ഇതിൻ്റെ മൊത്തം യൂണിയൻ, അതായത് ഇവിടെയുള്ള എല്ലാവരും യൂണിയൻ വീണ്ടും കൗണ്ടബിളായി ഇൻഫിനിറ്റാന്ന് പറയണം. കൗണ്ടബിൾ ഇൻഫിനിറ്റാന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ മതി? അതിനെ ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ അറേഞ്ച് ചെയ്യാൻ പറ്റിയ പോരെ. യെസ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഒരൊറ്റ സീക്വൻസ് ആക്കി എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആണ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ്. നോക്കാം. അതിന് വേണ്ടിയുള്ള പ്രൂഫ് ഇതാണ്. ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ വരച്ചു പോവുക. എന്നാൽ എന്ത് ചെയ്യാന്നറിയോ? ഇനി സീക്വൻസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ എഴുതുക. പിന്നെ ഇയാളെ അങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോൾ എല്ലാവരും വരുമല്ലോ. ഇങ്ങനെ എഴുതാം. x11 x21 x12 അല്ലേ? x21 x12 x31 x3 അങ്ങനെ പോവുക. മനസ്സിലായി വിചാരിക്കണം. x22 x13 അങ്ങനെ പോവുക. ഒരു കോമയൊക്കെ ഇതിൻ്റെ ഇടയിൽ വേണം അല്ലേ? യെസ്. അപ്പോൾ എന്ത് കിട്ടി? ഈ സീക്വൻസിൻ്റെ അകത്ത് ഇവിടെ എല്ലാവരും വരും. കാരണം എങ്ങനെ പോകണത്? എല്ലാവരും ഇവിടെ. അപ്പോൾ ഈ യൂണിയനിൽപ്പെട്ട എല്ലാവരും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തു.
പക്ഷേ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. നമുക്ക് സീക്വൻസ് ആയിട്ട് മാത്രം കിട്ടിയാൽ പോരാ കൗണ്ടബിൾ ഇൻഫിനിറ്റി. അതിനോട് നമ്മൾ ആ റിസൾട്ട് അങ്ങനെ തന്നെ പറയുമ്പം കൗണ്ടബിൾ ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? അത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിരിക്കണം അല്ലേ? പക്ഷേ അത് ഡിസ്റ്റിങ്ക്റ്റ് ആവുമോ? കാരണം എന്താണെന്നറിയോ? നമുക്ക് തന്ന ഈ സെറ്റുകളൊന്നും ഡിസ്ജോയിൻ്റ് ആകാൻ തന്നിട്ടില്ല. അത് ഇതിൻ്റെ അകത്തുള്ള E1 കൗണ്ടബിൾ ഇൻഫിനിറ്റി അത് ഇത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. പക്ഷേ E1ലും E2ലും കോമൺ എലമെൻറ്റ്സ് വന്നൂടെ? ഫോർ എക്സാമ്പിൾ ഇയാളും സെയിം ആയിക്കൂടെ? X21ഉം X12 സെയിം ആയിക്കൂടെ? അതായത് ഇത് രണ്ടും സെയിം ആയിക്കൂടെ? ഇത് രണ്ടും സെയിം ആകുമ്പോൾ ഈ സീക്വൻസ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിൻ്റെ സീക്വൻസ് ആവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് കൗണ്ടബിൾ ഇൻഫിനിറ്റി നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിൻ്റെ സീക്വൻസ് ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് നിന്ന് സെയിം ആയ ആൾക്കാരുണ്ടാവില്ല. ഇപ്പോൾ ഇവർ രണ്ടാൾ സെയിം ആണെങ്കിൽ ഇയാളെ എഴുതിയിട്ട് ഇയാൾ ഒഴിവാക്കിയാളാ. അതായത് സെയിം ആയ ആൾക്കാരെ ഒരു വട്ടം മാത്രം എഴുതുക. അതായത് ബാക്കിയുള്ളവരൊക്കെ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സബ് സീക്വൻസിക്ക് താഴെ എഴുതിക്കൂടെ? ഇപ്പോൾ ഞാൻ ഇവിടുന്ന് താഴേക്ക് എഴുതുന്നത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പോവാം. അപ്പോൾ X11 എടുത്ത് എഴുതും. പിന്നെ അടുത്ത് X11 വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതൂല. അതായത് ഒരു വട്ടം എഴുതിയ ടേം പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വരുന്നെങ്കിൽ എഴുതാത്ത രീതിയിൽ ഒരു സബ് സീക്വൻസിക്ക് ഇവിടെ എഴുതിക്കൂടെ? പോസ് ചെയ്തിട്ട് ആലോചിക്കുക. യെസ്, ആ സബ് സീക്വൻസ് നോക്കുക. അതിനകത്ത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിരിക്കൂലേ? മാത്രമല്ല അത് ഒരു ഇൻഫിനിറ്റ് സീക്വൻസ് തന്നെ ആയിരിക്കൂലേ? ഒരു ഇൻഫിനിറ്റ് ടേം അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ? അതൊരു സീക്വൻസ് തന്നെ ആയിരിക്കും. കാരണം എന്താ അറിയോ? ഇതിൻ്റെ മൊത്തം യൂണിയൻ എന്തായാലും ഇൻഫിനിറ്റ് ആണ്. ഈ ഫസ്റ്റ് സീക്വൻസിനെ നോക്കുക, ഇത് ഇൻഫിനിറ്റ് അല്ലേ? അത് മൊത്തം ഈ ലിസ്റ്റിങ്ങിൽ വരണ്ടേ? ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ പോസ് ചെയ്തിട്ട് ആലോചിക്കണം. ഞാൻ ഇവിടെ താഴേക്ക് അതായത് കുറേ ആൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് സംശയം തോന്നും. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് ബാക്കിയെല്ലാം കൂടി ഫൈനൈറ്റ് ആൾക്കാർ മാത്രമായി പോകും താഴത്. അതിനാണ് ഞാൻ പറഞ്ഞത് അതാവില്ല. കാരണം എന്താ? ഡിലീറ്റ് ചെയ്ത് എഴുതിയാലും ഇവിടെ ഉള്ള ടേം എല്ലാവരും ഒരു വട്ടം ഇവിടെ വരണ്ട. കാരണം റിപ്പീറ്റ് ചെയ്ത ആൾക്കാരെ മാത്രമേ താഴെ ഞാൻ ഇത് ഒഴിവാക്കിയിട്ടുള്ളൂ. നോക്കുക, ഈ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് തന്നെ ഇൻഫിനിറ്റ് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വരൂലേ? അപ്പോൾ നിങ്ങൾ താഴെ റിപ്പീറ്റേഷൻ ഒഴിവാക്കിയതിൻ്റെ ആ സംഭവം ടേമുകളും വീണ്ടും എന്തായിരിക്കും? ഒരു ഡിസ്റ്റിങ്ക്റ്റ് ടേമിൻ്റെ ഇൻഫിനിറ്റ് ടേംസ് അവിടെ വരും. അതായത് അതൊരു എന്താ പറയുക, സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ടേംസ് ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? അതിൻ്റെ അകത്ത് ഈ യൂണിയനുള്ള എല്ലാവരും വരികയും ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ എനിക്കൊരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇതിൻ്റെ യൂണിയൻ കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആയി. ഞാൻ പറയുന്നിടത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റായി കൂട്ടുക. കാരണം അവിടെ നിങ്ങൾക്കൊരു ചലഞ്ച് കിട്ടും. പോസ് ചെയ്തിട്ട് അത് ആലോചിക്കേണ്ടി വരും. അപ്പോൾ യെസ്, അപ്പോൾ ഇത് കൂടുതൽ ക്ലിയർ ആവില്ലേ? യെസ്. ഇനി ഇതിന് ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജനറലൈസ്ഡ് വേർഷൻ അതാണ് ഞാൻ പറയണത്. ഇത് പറയാം, സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയട്ടെ. ഇവിടെ നോക്കുക, ഇവിടെ സീക്വൻസ് ഓഫ് സെറ്റാണ് തന്നെ. അതിൻ്റെ അകത്തുള്ള ഓരോ സെറ്റും എന്താണ്? കൗണ്ടബിളി ഇൻഫിനിറ്റാണ്. അതിന് പകരം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ വേറൊരു സീക്വൻസ് ഓഫ് സെറ്റ് തരട്ടെ. എന്നിട്ടേ അതിൻ്റെ അകത്തുള്ള ഓരോ സെറ്റും കൗണ്ടബിളി ഇൻഫിനിറ്റ് എന്ന് പറയുക കൗണ്ടബിളാന്ന് പറയാം. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? കൗണ്ടബിൾ തന്നെ എന്താ വ്യത്യാസം? കൗണ്ടബിളി ഇൻഫിനിറ്റോ അല്ലെങ്കിൽ ഫൈനൈറ്റോ, അതായത് ഫൈനൈറ്റും കൂടി ആവാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ അതില്ല. ഇവിടെ കൗണ്ടബിളി ഇൻഫിനിറ്റ് നിർബന്ധമാണ്. പക്ഷേ ഞാൻ ഇനി തരുന്നത് ഒന്നുകൂടി ജനറലൈസ്ഡ് ആണ്. വേണമെങ്കിൽ ഓരോന്നിനും ആ സീക്വൻസ് ഓഫിലുള്ള ഓരോ സെറ്റിനും വേണമെങ്കിൽ അത് ഫൈനൈറ്റും ആവാം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ യൂണിയൻ എന്താവും? അതാണ് അടുത്ത റിസൾട്ട്. യെസ്, വ്യത്യാസത്താണ്. BIs കൗണ്ടബിൾ എന്ന് പറയും അല്ലേ? കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്നുകിൽ ഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിൾ ഇൻഫിനിറ്റ്. യെസ്. അപ്പോൾ അതിൻ്റെ യൂണിയൻ I is equal to n equal to 1 to infinity BN എന്താവും നോക്കുക. യെസ്, ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് സ്വന്തം ആലോചിച്ച് നോക്കാവുന്നതാണ്. അത്ര വലിയ സ്റ്റെപ്പൊന്നുമില്ല. ഇതിനകത്ത് ഒരൊറ്റ അടിക്ക് അങ്ങ് എഴുതാനേ ഉള്ളൂ. ഒരു ആർഗ്യുമെൻ്റാണ്. പറ്റുമോ നോക്കൊന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. യെസ്, എന്ത് ചെയ്യാന്നറിയോ? ഇപ്പോൾ ഇതിൻ്റെ ഈ BN, ഇതിൽപ്പെട്ട ഓരോ BNന് ഡ്രോബാക്ക് എന്താ? ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ചിലതൊക്കെ ഫൈനൈറ്റ് ആവുന്നുള്ളതല്ലേ? ഇപ്പോൾ ഏതോ ഒരു BN ഇപ്പോൾ ഫൈനൈറ്റ് ആണെന്ന് വിചാരിച്ചോ. BN ഈക്വൽ ടു ഉദാഹരണമായിട്ട് അത് AEIOU ആണെന്ന് വിചാരിച്ചോ. ഏതോ ഒരു BN, ഈ ഇപ്പോഴത്തെ യൂണിയൻ്റെ അകത്തുള്ള ഏതോ ഒരു BN AEIO ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ അകത്തൊക്കെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെ അങ്ങ് സപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റാക്കി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലേ? അതിനേക്കാളും വലുതായി പോകുന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാളും ആ സെറ്റിനാണ് എന്ന് വിളിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഈ BNൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ മൊത്തം ചിലപ്പോൾ എന്ത് ചെയ്യും? ചില BNൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടായിന്ന് വന്നേക്കാം, ഫൈനൈറ്റ് ആണെങ്കിലും. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫൈനൈറ്റ് ആയ BNകളിലേക്കൊക്കെ
നാച്ചുറൽ നമ്പേഴ്സിന് ആവശ്യമുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനേക്കാളും വലിയ ഇ എൻ ഉണ്ടാക്കുക. ഫൈനൈറ്റ് ആയ ബി എന്നുകളിലൊക്കെ ആവശ്യമുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിനേക്കാളും വലിയ ഇ എൻ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ചില ബി എൻ ഓൾറെഡി എന്തായിരിക്കും കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പം ഇ എൻ ആയിട്ട് എന്തെടുക്കുക, അതേ ബി എന്നും എടുക്കുക. അപ്പോൾ വേണമെങ്കിൽ കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇ എന്നോട് ഉദ്ദേശിക്കുന്നത് ബി എൻ തന്നെ, അതല്ല ഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന പുതിയ സെറ്റിനെ ഇ എന്ന് വിളിക്കുക. അപ്പോൾ ഈ യൂണിയന് എനിക്ക് സബ്സെറ്റ് ഓഫ് ദാറ്റ് യൂണിയൻ എത്തിക്കൂടെ? ഏത് യൂണിയൻ? ആ പുതുതായിട്ടുണ്ടാക്കിയ ഇ എന്നുകളുടെ സബ്സെറ്റ്സ് ആയിട്ട് ഈ യൂണിയൻ എത്തിക്കൂടെ? യെസ്. അപ്പോൾ ഇതെന്താണ്? ഓരോ ഇ എന്നും കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണ്, കാരണം അങ്ങനെയാണ് നമ്മൾ ഇ എൻ ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ ഈ കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിൻ്റെ യൂണിയനാണിത് അല്ലേ. കൗണ്ടബിൾ ഇൻഫിനിറ്റ് സീക്വൻസ് ഓഫ് കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിൻ്റെ യൂണിയനാണിത്. അതിപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു? കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണെന്ന്. അപ്പോൾ ഇതെന്താണ്? കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണ്. ഇനി നമുക്ക് നമ്മളെ യൂണിയനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ഇതെന്താണ്? ഒരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഇനി എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് നോക്കുക. ഒന്നുകിൽ അതിന് വേണേൽ ഫൈനൈറ്റ് ആവാം അല്ലേ, ഒരു സെറ്റിൻ്റെ സബ്സെറ്റിന് ഫൈനൈറ്റ് ആവാമല്ലോ. യെസ്, ഇത് ഒന്നുകിൽ ഫൈനൈറ്റ് സബ്സെറ്റ് ആവും, അല്ലെങ്കിലോ ഇൻഫിനിറ്റ് ആവാം. അങ്ങനെ രണ്ട് ഓപ്ഷനല്ലേ സെറ്റിലുള്ളത്, ഫൈനൈറ്റ് ആവാം, ഇൻഫിനിറ്റ് ആവാം. ഇൻഫിനിറ്റ് ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിൻ്റെ ഏതൊരു ഇൻഫിനിറ്റ് സബ്സെറ്റും എന്തായിരിക്കും? കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇൻഫിനിറ്റ് ആണെങ്കിൽ അത് എന്തേ ആവുള്ളൂ? കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിന് രണ്ട് ഓപ്ഷനുള്ളൂ, ഒന്നുകിൽ അത് ഇൻഫിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആയിരിക്കും. അതിനല്ലേ നമ്മൾ ഒറ്റ വാക്കിൽ കൗണ്ടബിൾ എന്ന് പറഞ്ഞത്. ഇൻഫിനിറ്റ് ഓർ കൗണ്ടബിൾ, ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിനെ നമ്മൾ കൗണ്ടബിൾ സെറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ യൂണിയൻ എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ അതിനാണ് ഒറ്റ വാക്ക് പറയുക. ഈ റിസൾട്ടിനൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കൗണ്ടബിൾ യൂണിയൻ. കൗണ്ടബിൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് സെറ്റിൻ്റെ യൂണിയൻ ആയതുകൊണ്ടാണ് അല്ലേ. B1 യൂണിയൻ, B2 യൂണിയൻ അങ്ങനത്തെ അതുകൊണ്ടാണ്. അങ്ങനത്തെ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഓരോ സെറ്റും എന്താണ്? ഓരോ ബി എന്നും കൗണ്ടബിളാണ്. അതുകൊണ്ട് കൗണ്ടബിൾ സെറ്റ്സ് ഈസ്, ആ യൂണിയൻ ഇപ്പോൾ എന്താണ് കിട്ടി? കൗണ്ടബിളാണ് കിട്ടി. അപ്പോൾ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു സീക്വൻസ് ഓഫ് കൗണ്ടബിൾ സെറ്റുകൾ കയ്യിലുണ്ട്. അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ യൂണിയനായിട്ടുള്ള ആ വലിയ സെറ്റ് വീണ്ടും കൗണ്ടബിൾ ആയിരിക്കുന്നു. ഓപ്പോസിറ്റ് ആലോചിക്കുക. കൺഫ്യൂഷനൊക്കെ എന്തുണ്ടെങ്കിൽ ബാക്കിയുള്ള റിസൾട്ടൊക്കെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഇതിൻ്റെ കീഴിൽ എന്തെങ്കിലും കുറച്ച് പ്രോബ്ലം തരാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് അറിയാലോ, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഗ്രൂപ്പിൻ്റെ ലിങ്ക്. ബാക്കി എന്തായാലും അടുത്ത ഒന്ന് രണ്ട് റിസൾട്ട് കൂടി, രണ്ടോ മൂന്നോ റിസൾട്ട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ അകത്തുള്ള കുറേ പ്രോബ്ലംസ് നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.